നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ നമ്മുടെ കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ എരണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന എല്ലാ പ്രദേശവാസികൾക്കും ഒരു നല്ല കൈയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ചിരിക്കാനായിട്ട് വന്നിരിക്കുന്ന ഇത്രയും ആൾക്കാരാണ്. സ്വാഗതം, സുസ്വാഗതം. നമ്മുടെ കാര്യക്കാരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്നാ നമുക്ക് ചിരി അങ്ങ് തുടങ്ങാം. ഉഷാറല്ലേ? കൊട്ടാരക്കരന്ന് ഒരു ലോഡ് ആൾക്കാരാണ് ഇറക്കിയിരിക്കുന്നത് ചിരിക്കാൻ. നമുക്കും ചേരാം, ഒരുമിച്ച് ചിരിക്കാം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കുക. സുധീഷ് ഉണ്ട്, നമ്മുടെ കോവളം പ്രസാദേട്ടനുണ്ട്, സൈചേട്ടനുണ്ട്. 3 പേർക്കും സ്വാഗതം. ദൈവമേ കാത്തിരക്ഷിക്കണേ. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഞാൻ നല്ലതെന്തോ പറയാൻ പോവാണ്. ദൈവമേ എന്തോരം ഇടിമന്നല് പാഴായി പോന്നു. ഒരെണ്ണം ഇതിന്റെ മണ്ട വേണ്ടി തങ്ങ് നശിച്ചങ്ങ് പോയിരുന്നെങ്കിൽ ഞാൻ സ്വസ്ഥതയോടെ ജീവിച്ചേനെ. ഹലോ, ഇതെന്താ കാലത്തെന്ന് ഇതിന്റെ അടിയിലൊന്ന് പ്രാകണത്? അത് വന്ന് തമ്പി, അയ്യോ തമിഴ് മലയാളത്തിൽ പറയാ. അത് ഇവിടുത്തെ വലിയൊരു കൗണ്ടർ ഉണ്ട്, ഭയങ്കര കാശ് തന്നെ. പുള്ളിയുടെ മോളെയാണ് ഞാൻ കെട്ടിയേക്കുന്നത്. അയാൾ ശ്രീധരമായിട്ട് തന്നെയാണ് ഈ സ്ഥലം. ഇവിടെ ഈ ഫാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാലും ഈ ഫാന് കംപ്ലൈന്റ് ആയ സർക്കാർ അഴിച്ചോണ്ട് പോകും. എനിക്ക് സ്ഥലം വിറ്റ് കാര്യങ്ങൾ നടത്താം. പുറിഞ്ചിതാ ഞാൻ சொல்றது உங்களுக்கு புரிஞ்சுதா? ഞാൻ കഴിഞ്ഞേ. ഇത് കറങ്ങണ പൈസ കിട്ടൂലേ? എനർജി അല്ലേ, കാറ്റ്. അത് കൊഞ്ചം താൻ കിടക്ക്. നിങ്ങൾ എതുക്ക് ഇങ്ങനെ കഴിയുന്ന ഓരോ சொல்றது எனக்கு புரியாது. ஒண்ணு அப்பா சொல்லுது ஒண்ணாது மட்டும் சொன்னா போச்சுடா. பேசாதீங்க பேசாதீங்க. ஹலோ ഹലോ ஹலோ யாரு? 7 ஏழா? ഹലോ യാറുങ്ക? 7 പുരിയല്ല. ഒരിയല്ലടാ, നിനക്ക് അവില് കൊണ്ടുവരാൻ ഞാൻ. ഇത് നല്ല പരിചയമുള്ള സത്യം. ഇത് ആരോടെ സത്യം? എന്റെ നമ്പറിൽ നിന്ന് കോൾ വിളിക്കുമ്പോ നിനക്ക് എടുക്കാൻ ഭയങ്കര മടിയല്ലേടാ? അജേഷേ, സുഖം തന്നെയാണാ നിനക്ക്? പിന്നെ ഭയങ്കര സുഖമാടാ. എടാ എന്റെ സ്വർണ്ണം എവിടാ? അളി സ്വർണ്ണ സ്ഥലം വിൽക്കുമ്പോ ഞാൻ തരാം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഏത് സ്ഥലത്ത്? ഞാനേ ഇവിടില്ല, ഞാൻ ചിറാപ്പുഞ്ചിയിലാ. ഏത് ചിറാപ്പുഞ്ചിയിലായിരുന്നാലും ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. അളിയ പിന്നെ ഞാൻ പറയണ നീ കേക്കടാ. ഞാൻ പറയണേക്ക്, നീ ഇപ്പൊ ചിറാപ്പുഞ്ചിയിലൊന്നും പോവില്ല. ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ട്. കണ്ട കാറ്റക്കടിക്ക് അവിടെ ഒന്നും വരില്ലേ? ഞാൻ വരും. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ ഇങ്ങ് വാ. പാവം മണ്ടൻ ചിറാപ്പൂഞ്ചി പോന്നു. അവന്റെ സ്വർണം എന്റെ ഇന്ന് തേങ്ങ ഇട്ടു വരും. നീ ഏത് പൂഞ്ചിലിരിക്കണെന്ന് പറഞ്ഞത്? ചിറാപ്പൂഞ്ചിയില്. ചിറാപ്പൂഞ്ചി അടിച്ചല്ലോ. അയ്യോ, മുമ്പ് എന്റെ പേര് ചിറാപ്പൂഞ്ചിതായിരുന്നു. ഗസറ്റി കൊടുത്ത് പേര് മാറ്റിയതില്ലേ നമ്മള്. ഞാൻ നിന്റെ ഗെറ്റപ്പൊക്കെ മാറ്റിക്കളയും. സീരിയസ് ആയിട്ട് പറയണം. അളിയ എന്റെ സ്വർണത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അളിയ സ്ഥലം ഒന്ന് വിക്കട്ടെന്ന്. ഇവിടെ അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പെങ്ങളെ കല്യാണത്തിന് വെച്ചിരുന്ന സ്വർണം നീ എടുത്തോണ്ട് പോയിട്ട് എത്ര നാളായെന്നറിയോ? 1 മാസമല്ലേ ആയോളൂ? അതെ, 2 വർഷവും 1 മാസവും. തരാന്ന്. എങ്ങനെ തരുമെന്ന് പറയടാ. ഈ സ്ഥലം വിറ്റിട്ട് ഞാൻ തരാം. എന്റെ പൊന്നെ, പെങ്ങളെ കല്യാണം നടക്കണ മണ്ഡപത്തിൽ ഞാൻ ഒന്നും ഇല്ലാത്തവരെ പോലെ നിൽക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ പോകരുത്. ഒരു ഒറ്റമുണ്ടെങ്കിലും എടുത്തോണ്ട് പോകണം. ഞാൻ സീരിയസ് ആയിട്ട് പറയണം. എനിക്ക് സ്വർണ്ണം വേണം കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം. നിനക്ക് സ്വർണം വേണം? അപ്പൊ ഞാൻ പറയണ കാര്യം നീക്കണം. നിനക്ക് ഫാൻ കേടാക്കാൻ അറിയാമോ? എടാ, ഫാൻ നന്നാക്കാനാണ് പാട്, കേടാക്കാൻ എളുപ്പമാണ്. വാ നമുക്ക് പാടാം. എവിടെ പോണ്? വീട്ടിൽ പോയി ഫാൻ നന്നാക്കണ്ടേ? ഈ വീട്ടിൽ പോണ ഫാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഫാൻ കേടാക്കാൻ നിനക്ക് സ്വർണം തരാം. എവിടെ? ആരുണ്ടാക്കിയെന്ന് പറഞ്ഞു? ആരുണ്ടാക്കിയെന്നൊന്നും എനിക്ക് അറിഞ്ഞോ. ഇത് കേടാക്കി കഴിഞ്ഞാൽ സ്വർണം തരാം. നിനക്ക് ഭ്രാന്താടാ. എടാ, ഇത് കണ്ടാ തന്നെ പേടിയാവും. ഇത് വലുതല്ലേടാ. നീ പേടിക്കണ്ടാ. അതിന്റെ മോളിൽ കയറിട്ട് നോക്കിയാൽ മതി. ചെറുതായിട്ടേ കാണൂ. ഫാനാ? അല്ലല്ല, നമ്മളെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. ശരിയാകത്തില്ല മച്ചമ്പി. സീരിയസ് ആയിട്ട് പറയണ. നീ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, നിന്റെ സ്വർണം അതിന്റെ മണ്ടയിലാണ് വെച്ചേക്കണത്. നീ പോയി സ്വർണം എടുക്കുന്നതിനൂടെ കംപ്ലൈന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവോ? ഇതിന്റെ മുകളിൽ സ്വർണം കൊള്ളാടാ. ഇതെങ്ങനെ സാധിക്കുന്നത്? എന്താ ഈ കള്ളം പറയാൻ വേണ്ടി? ഇത്രയും കാലം നീ എന്നെ നുണ പറഞ്ഞ് പറ്റിച്ച്. ഈ സ്വർണം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറി താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞ് നിനക്ക് അങ്ങ് രക്ഷപ്പെടണം അല്ലേ? എവരോട് ഞാൻ എന്താ പറയാ? ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇത് നിനക്ക് സ്വർണം തരാന്ന്. പിന്നെ ഇളക്കാൻ വേണ്ടി ഇതിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കല്ലേ സ്വർണം തന്നെ? സ്വർണ്ണം ഇതിന്റെ അടിയിലുണ്ട്. എടാ, ഇപ്പൊ ഒരെണ്ണം പറഞ്ഞ് അങ്ങോട്ട് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടല്ലേ ഉള്ളൂ. എങ്ങനെയാ വീണ്ടും വീണ്ടും ഇങ്ങനെ? ഇത്രയ്ക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള ചെറുക്കനെ. വല്ല സിനിമ എഴുതാൻ പോടാ നീ.
എടാ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ അലക്കല്ലേ പതിയെ പറ കൗണ്ടർ കേൾക്കും. ആ പിന്നെ ഇവിടെ ഉറക്കം പറഞ്ഞിട്ട് കൗണ്ടർ ആക്കില്ല, അപ്പോഴാണ് അവൻ പതിയെ പറയുന്നത്. അതല്ലടാ എന്റെ അമ്മായി കൗണ്ടർ കേക്കുവന്ന്. അയാളുടെ മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. വലിയ ഇവിടുന്നും കെട്ടിയാ? ആ ഇവിടെ തട്ടി. അപ്പൊ നാട്ടിലുള്ള ഭാര്യ മക്കളും? അത് വെക്കേഷൻ കുടുംബം. അപ്പൊ പുള്ളിക്കാരൻ കേട്ട വിഷയമാണെന്ന്. ഇവിടെ ആർക്കും അറിയത്തില്ലേ? ഇവിടെ ആർക്കും അറിഞ്ഞില്ല. അറിയാവുന്ന നീയാണ്. നീ പിന്നെ എന്റെ കൂട്ടുകാരനായോണ്ട് നീ ആരോടും പറയത്തൂല്ലല്ലോ. ഞാൻ പറയും. നീ പറയത്തില്ല. ഞാൻ പറയും. എനിക്ക് സ്വർണം തന്നില്ലെങ്കിൽ ഞാൻ പറയും. നീ കാര്യമായിട്ട് പറഞ്ഞാണ്? കാര്യോട്ടം എന്ത് പറഞ്ഞു അറിഞ്ഞൂടാ, പക്ഷെ കുതിരോട്ടം പറഞ്ഞത് എനിക്കറിയാം. എന്തോന്ന് ആരത് പറഞ്ഞത്? ഞാൻ ഇപ്പൊ പറഞ്ഞു. ആ ഒന്നുകൂടി പറഞ്ഞാണ്. ഒന്നുകൂടി പറഞ്ഞേ. കൊള്ളാളിയാ? ആ കൊള്ളാം. ഇവൻ തമ്പുരാനെ തുപ്പ്. കേരളത്തിൽ നിന്ന് വന്നപ്പോഴേ എനിക്കറിയാം എന്തോ കൊണ്ടുവരുന്നത്. അങ്ങ് പോവട്ട. അല്ലെങ്കിൽ അത് ഇവിടെ കിടന്ന് മുളച്ച് വലിയൊരു മരമായി ആ മരത്തിൽ കെട്ടിയിട്ടടിക്കും അവരെന്നെ. കളിയാക്കിയതാണല്ലേ? അല്ലടേ, നിന്റെ കശുവണ്ടി എവിടെ? കശുവണ്ടിയോ? കശണ്ടി എവിടെ നിന്ന്? കശണ്ടി നീ തന്ന പൈസ. കശണ്ടി മൊട്ടക്കാരാ. എന്റെ സ്വർണം വിറ്റ് വിഗും വെച്ച് നടക്കാനല്ലേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ത് കാര്യം? മെയിൻ ആയിട്ട് ഈ ഫാൻ അടിക്കത്തില്ലേ, ഈ ഫാൻ അടിക്കുമ്പോ വിഗ് തെറിച്ചു പോവും. ഇടയ്ക്ക് എന്റെ വിഗ് തെറിച്ചു പോയി അപ്പുറത്തെ ജംഗ്ഷനിലാ കിടന്ന് അമ്മായിച്ചൻ കാണാൻ ഞാൻ ഓടി രക്ഷപ്പെട്ടാണ്. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തേ. അപ്പൊ അമ്മായിച്ചൻ അറിയത്തില്ലേ? ഈ അമ്മായിച്ചൻ അറിഞ്ഞൂടുന്നു. ഈ അമ്മായിച്ചൻ അറിഞ്ഞൂടാത്ത അവിടെ നിക്കട്ടെ. നിന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയാമോ? അവൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അവൾ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അവൾ ഉണരുന്നതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും. അവൾക്ക് അറിഞ്ഞൂടന്ന്. അപ്പൊ മൊത്തത്തിൽ പറ്റിച്ചങ്ങ് ജീവിക്കുകയാണ്. അതെ അതെ. നീ ഒരു കാര്യം ചെയ്യും. നിന്റെ മാമൻ ആരെന്ന് പറഞ്ഞത്? കൗണ്ടർ. പുള്ളിയെ വിളി. അതെന്തോ ഈ ഏരിയ സൈലന്റ് ആയി. ഇപ്പൊ ഒരു കൗണ്ടറിന്റെ ആവശ്യമുണ്ട്. ആണോ? ഈ കാലം കൊല്ലും എന്നെ. ചെവിതല കേൾക്കാൻ സമ്മതിക്കില്ല എന്റെ വണ്ടി. யாரன்னு நினைச்சேன். നിങ്ങൾ 6 നനച്ചെങ്കിൽ 8 നനച്ചു. എന്തോന്ന് எங்கிட்ட மோதாத. നിങ്ങളൊരു മോദം ഉണ്ടെങ്കിൽ എന്റെ അരി ഉണ്ട്. யாரு? டேய், நான் வந்து இந்த 18 பெட்டிக்கு சொந்தக்காரன். എന്റെ പൊന്നു ദൈവമേ, പട്ടിയുടെ സ്വന്തക്കാരനെന്ന് പറഞ്ഞോണ്ട് നടക്കണ ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്. പട്ടിയുടെ അല്ല ഇവിടെ വലിയ ആളെന്ന് പറയുവാണ്. நீ யாரா? சொல்லடா, இவ யாரா? ഇത് நான் இந்த ஊர்ல பெரிய தேவரடா. ഞങ്ങൾക്ക് എറണാകുളത്തും ഉണ്ട് തേവര. நான் இந்த மதுரை மாவட்டத்தில பெரிய கிங்கடா. എടാ ഇങ്ങേര് മധുര ചെന്ന് മാവാട്ടിനെ എന്നെ എന്തിനാ വന്നു? നിങ്ങൾ രണ്ടുപേരും വന്നപ്പോട്ട് ഞാനൊന്ന് പറയട്ടെ കിടന്ന് അലക്കാതെ. சொல்லு, இவ யாரு? മാമ ഇത് ആരെന്ന് വെച്ചാൽ ഇവ കേരളത്തിൽ നിന്ന് വന്ന് നൻപേ. நண்பனாவது அப்பனாவது சித்தப்பனாவது மாமனாவது மச்சம்பியாவது കുഞ്ഞമ്മയാവട്ടും തപ്പ് പണ്ട് ഞാൻ സീവിടുവേൻ. നിന്റെ മാവന് നല്ല തമിഴ് അറിയാല്ലേ? എന്ത്? ആ കുഞ്ഞമ്മയിൽ എനിക്ക് ഞാൻ ഇവ കേരളത്തിൽ നിന്നേ ഇവൻ വന്നതെന്ന് വെച്ചാൽ എന്തിനാന്നറിയാമോ? മാമന്റെ ഈ കാറ്റാടി യന്ത്ര കംപ്ലൈന്റ് അല്ലേ, അത് നന്നാക്കാൻ വേണ്ടി വന്ന ഇലക്ട്രീഷ്യൻ. നീ എനിക്കങ്ങ് പറഞ്ഞൂടാ. സ്വർണം വേണോ? സ്വർണം വേണം. അപ്പൊ നീ ഇലക്ട്രീഷ്യൻ. தம்பி தப்பு பண்ணிட்ட மன்னிச்சடு. മാവ ഈ കാണുന്നല്ല മാവനല്ലേ? இதெல்லாம் என்னோடது, இது என்னோடது. ஆனா அது வந்து பூதப்பாண்டியோடது. அது இப்ப என்னோடது. நடுக்கு வடி இல்லையா? பெரிய தர்க்கம். എന്ത് തർക്കം? വഴി തർക്കം. ഇവിടെയൊക്കെ ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടാണ്. നമ്മളെ നാട്ടിൽ ഇത് ആരെന്ന് അറിഞ്ഞാലാണ് തർക്കം. വഴി തർക്കമൊന്നും അവര് ഭൂതപ്പാണ്ടിയായിട്ട് ഭയങ്കര വഴിയുടെ തർക്കമാണ്. എന്റെ അമ്മാച്ച ഭയങ്കര കെടുക്കാണെന്ന് നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഒരു കാര്യം ചോദിച്ചു, ഭയങ്കര സന്തോഷം കേട്ട കണ്ടല്ലേ. ഇവൻ എങ്ങനെ മോളെ കെട്ടി? കെട്ടിച്ച് കൊടുത്തതല്ല മോനെ. പിന്നെ ഇവ എന്നോട് ജോലിക്കാരനായിരുന്നു. ഞാൻ പുറത്ത് പോയ നേരം ഇവ എന്റെ പാപ്പാൻ തട്ടിക്കൊണ്ട് പോയി. നീ അങ്ങനെ മോളെ കെട്ടിയത് പോട്ട്, അങ്ങനെ പാപ്പവും കൂടി തട്ടിക്കൊണ്ട് പോയി. പാപ്പന്നല്ല, തമിഴ്നാട്ടിൽ പാപ്പ എന്ന് പറഞ്ഞ കൊച്ചിന്റെ കാര്യമാണ്. അയ്യോ, ഇത് ഫുള്ളി ക്യാപ്റ്റൻ ഫാൻ ആണല്ലേ വിജയകാന്തിന്റെ? അല്ല ഇങ്ങനെ ഇട്ടിട്ട് விஜயகாந்த் ஃபேன் இல்ல தம்பி. நான் ஒரு நைட் இங்க தூங்கிட்டு இருந்தேன். ഞാൻ ഒരു തൂക്കിട്ടിരുന്ന എന്താ പറയാ? ലൈറ്റ് തൂക്കിട്ട് നൈറ്റ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ அப்போ என் பின்னாடி ஒரு பெரிய கம்பிக்கு ஒருத்தன் வந்து ஒரு ஒற்ற அடி. ആര്? ஒரு முட்டை தலை அடிச்சுட்டு ஒரு ஒற்ற ஓட்ட ஓடி. நான் அங்க ஓடி നൈസായിട്ട് തലയടിച്ച് പൊട്ടിച്ചാൽ നോക്കിയല്ലേ? കമ്പിന്ന് അയാള് കള്ളം പറഞ്ഞല്ലേ ആ കരിമ്പിനഴിച്ച് അടിച്ചത്. കണ്ടോ? നീ എനിക്ക് എന്ത് സ്വർണ്ണം ഓക്കെ ആക്കി തരാം. ഓക്കെ ആക്കണം. നീ ഇതൊന്നും വേണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. എടാ അങ്ങേരെ കാര്യത്തിൽ എന്തുമാത്രം സ്വർണ്ണം വേണം കിടക്കണം. അതിന് കുറച്ച് സ്വർണ്ണം എനിക്ക് മാറ്റിയാടാ, എന്റെ കാര്യം കഴിയോടാ. അയ്യാടെയും നിന്റെയും വിചാരം അത് സ്വർണ്ണമാണെന്നാ. കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് 3 ദിവസം എന്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ച് പകുതിയും ഞാൻ മുക്കിയിട്ട് ബാക്കിയിട്ടേക്ക് മുക്കുകൊണ്ടോ കണ്ടാ ചൊറിയണോ? ആ പറയാം. വൈകുന്നേരം 2
തമിഴന്മാര് തൊണ്ടിനിട്ട് തേച്ച് കഴിവോടെ ആണ്. ഇതൊക്കെ നീര് വെച്ചതാണ്, അല്ല വണ്ണമൊന്നും അല്ല. എന്നെ തമ്പി അങ്ങ പേച്ച് മാമാ നിങ്ങൾ മരുമോന് നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹം. എന്നാ ഭയങ്കര സ്നേഹം എന്ന് പറയായിരുന്നു. മരുമോനെ മാമാ മരുമോനെ മാമാ ഉനക്ക് അറിയുമോ ഇവൻ എന്റെ മരുമോനല്ല. പിന്നെ കുറച്ചു മുമ്പ് നിങ്ങൾ എന്തിനു മരുമോനെ അതല്ലെന്ന് അവൻ എനിക്ക് മകൻ മാതിരി എനിക്ക് പിറക്കാതെ പോയ എന്റെ മോൻ മോനെ ഇതിട് മോനെ നീ ഇതിട് ഇട് മോനെ. എനിക്ക് വേണ്ട ഇത്. എന്നടാ പെണ്ണത് നീ ഇത് എനിക്ക് ഈ സ്വർണത്തിനെയും കാട്ടി വലുത് മാമന്റെ സ്നേഹമാ. മാമന്റെ സ്നേഹം. ആ സ്വർണ്ണം എടുത്തിറ. എന്നിട്ടാണ് ഞാൻ ചൊറിഞ്ഞു ചാവുന്നേ. കൂട്ടുകാരാ നീ അവന്റെ സ്നേഹം കണ്ടാടാ. എന്റെ മരുമോൻ ഇവൻ എന്റെ മരുമോനല്ല. താങ്ക് യു മാമ, താങ്ക് യു. എല്ലാത്തിനും താങ്ക് യു. അപ്പൊ ഒരു ഫാനൊക്കെ തന്നെ നീ വന്നത്. ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് വന്നു. വീട്ടില് അച്ഛനമ്മ കൊണ്ട മോന്റെ അയ്യോ എനിക്ക് അച്ഛനില്ല. ചത്തുപോച്ചാ. ചത്തില്ല. എന്റെ അച്ഛൻ നല്ല വെള്ളം അടിക്കും. മാമനും അടിക്കും മാമനും അടിക്കും. പിന്നെ നമുക്ക് അടിച്ചാലേ ഈ ഫാൻ നന്നാക്കാൻ വന്നാ അല്ലല്ല എന്റെ അച്ഛൻ നല്ലവണ്ണം വെള്ളം അടിക്കും. ഒരു വൈകുന്നേരം ഒരു 8:30 മണിയായപ്പോ എന്റെ അമ്മയുടെ അടുത്ത് വന്നൊരു ക്വാർട്ടറിന്റെ പൈസ ചോദിച്ചു. അമ്മയും അടിക്കൂ. ഇല്ലില്ല. അപ്പോഴേക്ക് അമ്മ പറഞ്ഞ് മണ്ണെണ്ണ മാച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ക്വാർട്ടറിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ റേഷൻ കട ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ് കേട്ടോ. അപ്പൊ അച്ഛൻ സമയമായി പോയി. അച്ഛൻ ഓടി അപ്പുറത്ത് വന്ന് മണ്ണെണ്ണ മാച്ചോണ്ട് ഇപ്പുറത്തോട്ട് വന്നു. ഈ ട്രെയിൻ പാളത്തിൽ ഒരു ട്രെയിൻ ഉണ്ടെന്ന് പിടിച്ചു. അച്ചടാ 8:30 ആയില്ലേ, അപ്പുറത്ത് നിന്ന് വാങ്ങണ്ടേ. പെട്ടെന്ന് ഇപ്പുറത്ത് വരാൻ വേണ്ടിട്ട് ട്രെയിനകത്തൂടി കേറി ഇപ്പുറത്ത് പറഞ്ഞ ട്രെയിൻ എടുത്തോണ്ട് അപ്പൊ അപ്പായി ഹൈദരാബാദിൽ എവിടെ മണ്ണെണ്ണ കച്ചവടം നടത്തുന്ന പറഞ്ഞു. അങ്ങോട്ട് നീ എത്രയും പെട്ടെന്ന് ഇത് കംപ്ലൈന്റ് ആക്കണം. കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ സർക്കാർ ഒന്ന് ഊരിക്കൊണ്ട് പോകുന്നു, നമുക്ക് സ്ഥലം വെക്കാൻ പറ്റുന്നു. എനിക്ക് ഓക്കെ ചെയ്യ് മാമ, നന്നാക്കുവാണേ മാമ. ஏதாவது பண்ணு சீக்கிரம் நன்னாக்கடா. கரங்கியாச்சு ஃபேன் கரங்கியாச்சு. எடா பூர பாண்டி பாருடா, ஃபேன் கரங்கியாச்சுடா. பாருடா பூர பாண்டி. നിന്നെ വെട്ടിമൂടാൻ കാല അത് കംപ്ലൈന്റ് ചെയ്ത് നീ തന്നെ നന്നാക്കിയത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അതിലോ ഒന്നിൽ ചെന്ന് പിടിച്ച കറണ്ട് അടിച്ചു സംഭവം. ഞാൻ ചെയ്തില്ല മാമ. സ്വർണം സ്വർണം തരാം മാമ. അവൻ നന്നാക്കിയല്ല, അവനെ പറഞ്ഞു വിടട്ടെ. വേണ്ട വേണ്ട, അവനക്ക് എന്നാ ഇത്രയും സ്വർണം ഞാൻ കൊടുത്തു വിടും അവന്. എനിക്ക് വേണ്ട, ഞാൻ ചൊറിഞ്ഞു. എനിക്ക് വേണ്ട, അത് വേണ്ട. കേള്. അല്ല അവൻ പറഞ്ഞു കേട്ടോ മാമ, ഈ സ്വർണ്ണം അവന് വേണ്ടെന്ന്. പിന്നെ അപ്പൊ അവൻ എന്നെ പോലെ നല്ല സ്വഭാവം ഉള്ളവനാണെന്ന്. അപ്പൊ അവനക്ക് എണ്ണം വേടയെ ഉയരെ കൊടുക്കും ഞാൻ. മാമ ഒരു മിനിറ്റ്, നിനക്കിപ്പോ എന്തോ സ്വർണം വേണം? സ്വർണം വേണം. സ്വർണം വേണം. സ്വർണം മേടിച്ചു തന്നാ പറയാ മാമ. ചൊല്ല്. വല്യയുടെ അനിയത്തി കുമുദം ഇല്ലേ, കുമുദത്തിനെ നമുക്ക് ഇവന് കെട്ടിച്ചു കൊടുത്താലോ? നല്ല ഐഡിയ. അപ്പൊ എനിക്കൊരു വേലക്കാരനക്ക് വേലക്കാരനും കിട്ടും, മരുമോൾക്കും മരുമോനും കിട്ടും. ഇളയ മോള് കുമുദ ഇല്ലേ, കുമുദത്തിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാന്നാ പറഞ്ഞത്. എനിക്ക് വേണ്ട, കട്ടി എനിക്ക് കേട്ടതില്ല, ശരിയാവത്തില്ല. രണ്ടാമത് പൊണ്ണ് കുമുദത്തെ നീ കെട്ടിയാൽ അവനക്ക് 30 സെന്റ് കൊടുത്താൽ ഉനക്ക് 50 ഏക്കർ ഞാൻ തരും. 50 ഏക്കറാ എനിക്കാ? എടാ നീ എന്നെ പറ്റിച്ചെങ്കിലും ദൈവം എന്റെ കൂടെ ഉണ്ടാ. എന്തോളിയാ? ഞാൻ റെഡി. എനിക്ക് 50 ഏക്കർ. ഇനി നീ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി വാ. അപ്പൊ ഇനി തൊട്ട് നീ ഇവിടെ നിന്ന് എന്റെ കൂടെ എല്ലാ ഫാനും കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി വരണം. ഞാനെന്തിന് ഫാൻ നന്നാക്കാൻ പറഞ്ഞ? നിനക്ക് വേണമെങ്കിൽ നീ പോടാ. അവിടെ ഈ 50 ഏക്കർ എന്ന് പറഞ്ഞില്ലേ, അവിടെ 400 ഫാനാണ് പിടിപ്പിച്ചേക്കണം. എല്ലാം കേറി കംപ്ലൈന്റ് ആക്കണ്ടേ നമുക്ക്? 400 ഫാനാ നിനക്കായോണ്ട് 50 ഫാൻ ഫ്രീ. മരുമക്കളെ നല്ല ഉഗ്ര സ്കിറ്റ്, ഒരു നല്ല കൈയടി. ഈ കൈയടിയുടെ ഒരു 50% ആർട്ട് ടീമിനൂടെ കൊടുക്കണം. ഉഗ്രനയക്കമായിരുന്നു പ്രചോദന. ബാക്കി കണ്ടിന്യൂ. സുധീഷേ, പ്രസാദേ, സജി, 100 കേട്ടോ സ്കിറ്റ്. ഇങ്ങനെ വേണം കളിക്കാൻ. ജീവ പറഞ്ഞ പോലെ ആദ്യം കൈഡ് കൊടുക്കുന്നത് ഇവിടുത്തെ ആർട്ട് വർക്കിനാണ്. ഉഗ്രം കൈഡ് കൊടുക്കും. അതായത് നമ്മൾ ചില സമയത്ത് ആർട്ട് ഗംഭീരമായിട്ട് ചെയ്യും, ചില സമയത്ത് സ്കിറ്റിന് ദാരിദ്ര്യം ഉണ്ടാകും. പക്ഷേ ഇത് നിങ്ങൾ അതിൻ്റെ മേളിലാണ്. പ്രോപ്പർട്ടി വെക്കുന്നു, ആർട്ട് വെക്കുന്നു, അതിൻ്റെ മേളിൽ നിങ്ങൾ കളിച്ച് കയറ്റി എന്നുള്ളതാണ്. 3 പേര്. അത് ഒന്നാമത് ഞാൻ എടുത്തു പറയുന്നത് ആദ്യം നമ്മുടെ സുധീഷ് ഗംഭീര പ്ലെയർ. ഞാൻ അതിനകത്ത് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഈ വിഗ് വന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിപ്പോയാൽ വന്ന് കയറാൻ പാടാ, പിടിച്ചു വെക്കേണ്ടി വരും. ഇത് ആ കറക്റ്റ് ഹൈറ്റിൽ തന്നെ പ്രസാദ് പിടിക്കുകയും അവിടെ വന്ന് സുധീഷ് വന്ന് കയറുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഗംഭീര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അതിനൊരു ഉഗ്രം കൈഡ് തരുന്നു.
പിന്നെ അതുപോലെ സജി നിങ്ങളൊരു ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം നിങ്ങൾ ഈ രണ്ടുപേർക്ക് ഇട്ടുകൊടുത്തൊരു ലൈഫ് കളിയുണ്ട്. ആ ലൈഫ് കളി നിങ്ങളിലാണ് മുഴുവൻ ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പ്ലേ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഒരു വഴി പ്രശ്നത്തിൻ്റെ പേര് വഴിയുടെ അവിടെ നിങ്ങളുടെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മുടെ വഴി നിസ്സാര സംഭവമാണ്. പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് പോകാന്ന് പറയുന്നത്, അതിന് ചിരി കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് കളിയാണ്. തുടക്കം മുതൽ നിങ്ങൾ ആ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. പിന്നെ ആ പാത്രം, സുധീഷ് വന്ന ആ പാത്രം എറിഞ്ഞില്ല. ആ എറിഞ്ഞിട്ട് ഈ പാത്രം തന്നെ ഒരു പ്ലേ ആയിരുന്നു. പാത്രം കുറച്ച് സമയമെടുത്ത് ഇവിടെ വന്ന്. പ്രസാദിന് നന്നായിട്ട് തമിഴ് അറിയാലേടാ? അറിയാം. അത് മനസ്സിലായി. അത് ഇതിന്റെ ക്യാമ്പ് ഇട്ടിരുന്നു. ഞങ്ങള് ആ കോവളം, പിന്നെ അത് കഴിഞ്ഞ പിന്നെ ബോർഡറാണ് അങ്ങോട്ട് ഏറ്റിങ്ങര, മാർത്താണ്ഡം. എല്ലാം മനസ്സിലായ കളിയാക്കുവാ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഇടയ്ക്ക് പ്രസാദ് പറഞ്ഞത് അല്ല, മലയാളത്തിൽ പറയാൻ എനിക്ക് പോകുന്നു. ഈ നിസ്സാര പരിപാടികൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോകുന്നത് 3 പേര് മത്സരിച്ച് അഭിനയിച്ചൊരു സ്കിറ്റാണ് കേട്ടോ. സുധീഷെ ഒരു രക്ഷയിലായിരുന്നു. കാരണം നിങ്ങളവിടെ വന്ന് പ്ലേ ചെയ്യുന്നു, നിങ്ങളുടെ ഒരു മാറ്റർ ഉണ്ടാക്കുന്നു. ആ മാറ്ററൊക്കെ നല്ല സ്ട്രോങ് ആണ്. അതായത് വന്നിട്ട് ഒരു ഇതാണ് പ്രശ്നം, എനിക്ക് ഇവിടുന്ന് സ്വർണം, അതൊക്കെ ഞാൻ അതെന്താണെന്നറിയാടാ, ഇച്ചിരി ഫീലിംഗ് ഇടയ്ക്ക് ഒരു സമയത്തുണ്ടായിരുന്നു മനസ്സിലല്ലേ? എന്തേട്ടാ? നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോരാ, നല്ലതാകുന്നില്ല, ഞങ്ങൾ ചിരിക്കുന്നില്ല, അത് തോന്നി. ഫീലിംഗ് മനസ്സിൽ വന്നു. കണ്ടന്റ് രാജേഷേട്ടൻ പാണാവള്ളി പറഞ്ഞു നമുക്ക് പുതിയത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ പിള്ളേരെല്ലാം മിടുക്കന്മാരല്ലേ? നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തു. നല്ല കോൺസെപ്റ്റ്. നമ്മളെ തമിഴ്നാട്ടിൽ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയി മനസ്സ് അങ്ങോട്ടാക്കി. ഈ കാറ്റാടിയൊക്കെ ആരും മനസ്സിൽ ചിന്തിക്കാത്തൊരു സ്കിറ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ. ബാക്കി അല്ല, ഞാൻ ഈ ഷഫിൾ ചെയ്ത് ഇടുന്നതിലാണ് ഞാൻ മാർക്ക് വരുന്നത്. കാണാം ഓരോ ടീമിനെ, അതായത് സജീവ് ഇവരോട് ജോയിൻ ചെയ്യുന്നു, കറക്റ്റ് ടീമിനെയാണ് കിട്ടിയത്. പ്രസാദിൻ്റെ സങ്കടങ്ങളൊക്കെ മാറി. കാര്യം പ്രസാദിന് ഇടയ്ക്ക് വിഷമമായിരുന്നു, ഒരു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറിയില്ല പ്രസാദെ? കറക്റ്റ് ക്യാരക്ടർ മെയിൻ 100% മാറി. 100%. അത് പ്രസാദിൻ്റെ മുഖത്തുണ്ട്, പ്രസാദിൻ്റെ പ്ലേയിലുണ്ട്. സുധീഷാണെങ്കിലും നിറഞ്ഞാടുകയായിരുന്നു. നല്ല ലൈഫാണ് നിങ്ങൾ പൊളിക്കുക. ഇനി ഒന്നും നോക്കണ്ട, നേരെ പൊളിച്ചെടുക്കുക കേട്ടോ. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഞാൻ ഭയങ്കര മനസ്സ് തുറന്ന് ചിരിച്ച് അടിപൊളിയായിരുന്നു. നിങ്ങളെ തപ്പിയെടുക്കുന്ന ഈ കണ്ടന്റുകളാണ്, അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നല്ലത് ചെയ്താൽ എപ്പോഴും നല്ലത് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമായിട്ട് പറയും. അവിടെ വിഷമിപ്പിക്കരുത്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകരുത്. നിങ്ങൾ അന്നേരം തന്നെ വാശി വേണം, ഞങ്ങളോട് നമ്മുടെ പ്രേക്ഷകരോടും വാശി വേണം. നല്ലത് തന്നെ കൊടുത്തേക്കാം എന്നൊരു ചിന്ത ഉണ്ടായാൽ നല്ലത് തന്നെ കിട്ടുകയുള്ളൂ. നിങ്ങളത് കാണിച്ച് ബിഗ് സല്യൂട്ട്. താങ്ക് യു നസീർക്ക. വിജുക്കോട്ടെ ചേട്ടാ. സുധീഷേ, ഓ പ്രസാദേ, ഓ സജി, ഓ കില്ലിക്ക് കളഞ്ഞട്ടാ. സാധനം കില്ലിക്കട്ടൻ എന്ന് പറഞ്ഞാൽ കില്ലിക്കട്ടൻ. കാരണം ഇതിനകത്ത് നിങ്ങൾ 3 പേരും ശരിക്കും മത്സരിക്കായിരുന്നു. ഒരാളും താഴെ പോയിട്ടില്ല. 3 പേരും ലെവലിൽ കയറി ഇങ്ങനെ 100 കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ. ആ തലമുടിയുടെ സംഭവം നമ്മുടെ അങ്ങനെ ഒരു ഷേവിങ് കാണിച്ചിട്ട് ബാക്കിൽ മാത്രം മുടിയില്ലേ, അത് കണ്ട് ചിരിക്കണമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അതല്ല, അതിന് ബാക്കിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ് വന്ന് കയറി നിൽക്കണതും അത് തന്നെയല്ല, നമ്മൾ സിനിമയിലൊക്കെ മാത്രം കൺവിൻസ് ആവുന്ന ഒരു സാധനമാണ്. തല ഇങ്ങനെ ആടണതാന്ന് നോക്കുമ്പോൾ എനിക്കറിയില്ല, രാത്രി ഒരു കഷണ്ടിക്കാരൻ വന്ന് ശരിക്കും സിനിമയിലൊക്കെ മാത്രം കൺവിൻസ് ആവുന്ന ഒരു സാധനമാണ്. പക്ഷേ നേരത്തെ അത് തലമുടി പൊക്കി കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആരോ ഒരാൾ കഷണ്ടിക്കാരൻ വന്ന് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും നോട്ടമുണ്ട്. അതൊക്കെ ഗംഭീരമായിരുന്നു. ആദ്യം തുടങ്ങിയിട്ട് അവസാനം വരെ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടണ പോലെ പിന്നെ ടൈറ്റായിരുന്നു. ഒരിടത്തും ഒരു ലാഗോ ഒരു ഗ്യാപ്പോ ഉണ്ടായിരുന്നില്ല. ഈ പ്രസാദ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു തമിഴങ്ങോട് കാച്ചിട്ടുണ്ടല്ലേ, 3 പേരിൽ നിന്നും വിറക്കായിരുന്നു. അങ്ങനെ വിറക്കണം എന്ന് വെച്ചാൽ നല്ല പഞ്ചായിരുന്നു. പ്രസാദൊക്കെ നല്ല എന്താ പറയുക, നല്ല അധ്വാനിക്കുന്നുണ്ട്, നല്ല എനർജറ്റിക് ആണത്. കേടാക്കാൻ വേണ്ടി വിളിച്ചത് അവനെ. അതെ, അല്ല നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത് വെറുതെ നമ്മൾ ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ, പക്ഷെ അത് കറക്റ്റ് കറങ്ങി മറ്റതിനെ കടപിടിക്കുന്ന രീതിയിൽ, ഏത് ബാക്കിൽ നിൽക്കുന്ന മില്ലിനെയൊക്കെ കടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ആർട്ട് ഉണ്ടാക്കി വെച്ചത്. മോനെ ഒന്നും പറയാനില്ല, കിലിക്കട്ടൻ. അടിപൊളി. അപ്പോ ഇറങ്ങും കാണാത്ത ഈ ഒരു ഐറ്റം നമുക്ക് സമ്മാനിച്ച ഇവരുടെ മാർക്സ് ചേട്ടാ. ഞാനൊരു 20,000 രൂപ. ഓ, 20,000 രൂപ. നസീർക്ക, ഞാൻ കുറയ്ക്കല്ലേ കൂട്ടുള്ളൂ, 25 കൊടുക്കാം. ഓ, 45,000 രൂപ. ഒട്ടും നമ്മള് പുറകെ പോകാൻ പാടില്ല, കുമുദത്തിന് കണ്ടോളാം. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 80,000 രൂപ. അടുത്ത സിൽവർ പഞ്ച്. കഴിഞ്ഞത് സിൽവർ, ഇതും സിൽവർ, എല്ലാം സിൽവർ മയം. സജിയുടെ കേസ് ഒന്ന് എടുത്ത് പറയണോട്ടാ. സജി സംസാരിക്കണം. സജി എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം മോങ്ങോടല്ലേ? അല്ല, സന്തോഷം എന്ന് പറയാൻ കാരണം എന്റെ കൂട്ടുകാരന്മാരെല്ലാ പേരും മോങ്ങോടെ
മൂങ്ങോടാ എടാ മൂങ്ങോടാന്ന് വിളിക്കുള്ളൂ. മൂങ്ങോടാ ഇപ്പൊ സജി എന്ന് വിളിക്കും. ഞാൻ വിചാരിച്ചു, എന്റെ പേര് ഇപ്പോഴാണ് പറയാം ശശി ചേട്ടാ. വലിയ സന്തോഷം. വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും കുറവില്ലാതെ തന്നെ പറയുന്നു. എന്താ പറയുക, സുധീഷായിരുന്നാലും പ്രസാദായിരുന്നാലും പിന്നെ ഈ ഫ്ലോർ ഗ്രൂമേഴ്സ് ആർട്ടുകാർ എല്ലാവർക്കും നന്ദി. ചേട്ടാ ഇരട്ടി മധുരം അത്രേ പറയാനുള്ളൂ. அப்படியே தமிழ்ல சொல்லு. ரொம்ப நல்லா இருக்கு, நல்லா ഇനിക്കിത്. ഏതോ ഒന്നുമില്ല. അപ്പം ഉഷാറായിട്ട് ഇതുപോലുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾ അന്വേഷിച്ച് കൊണ്ടുവരാൻ ഇവർക്ക് ആവശ്യമായുള്ള ഫ്രീഡം നമ്മളിവിടെ കൊടുക്കുന്നു. പുതിയ ഐറ്റങ്ങളുമായിട്ട് വരിക. അപ്പൊ ശരിയണ്ണ അണ്ണീ കുമുദം അന്വേഷിച്ചെന്ന് പറയണം. ശരിയപ്പ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി. ദീപു ചേട്ടനുണ്ട്, മനുകുമാരിയുണ്ട്, ശ്രീജു ഉണ്ട്. ഒളിക്ക് നമ്മുടെ പ്രവാസി സ്കിറ്റിന്റെ സെയിം ടീം. ലെറ്റ്സ് വെൽക്കം 3 പേരെ. ഹലോ, KNK സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ് ഷോറൂം. ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണേ. പറയൂ സാർ. അത് എന്റെ ഭാര്യയുടെ 45ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാർ. താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൂറ് പോകാനായിട്ടൊരു കാറ് വേണമായിരുന്നു. ഓക്കെ സാർ. അനന്താ സാർ, നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ മതി സാർ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. AC വേണ്ട. AC വേണ്ട. ഓക്കെ, AC വേണ്ട സാർ. കാരണം നമ്മളിപ്പോ CC അടഞ്ഞ് തീരാറായിരിക്കും. അപ്പൊ പിന്നെ AC-യുടെ ആവശ്യം ഇല്ലല്ലോ. ഓക്കെ സാർ. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ്. അപ്പൊ ഇത് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുമോ? സാർ എവിടേക്കാണ് സാർ ലോങ് ട്രിപ്പ് പോകുന്നത്? കുളു മണാലി. എവിടെ? കുളു മണാലി. കുളു മണാലി എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലമല്ലേ സാർ? കാറിനകത്ത് AC ഇല്ലല്ലോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. ഓ, അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യൂ. നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി. വന്നേക്കാം. ഓക്കെ സാർ. ഓക്കേ. ഹലോ, നമസ്കാരം. അയ്യോ, നമസ്കാരം സാർ. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു 13 ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു. എനിക്കറിയാം സാർ, നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ? കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും. അതെനിക്കറിയാം സാർ, അതുകൊണ്ടാണല്ലോ കിണറ്റി കൊണ്ടിട്ടത്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയില്ല, നമ്മുടെ എയർ ബാഗ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്ന കിണറ്റിലിട്ടത്. നന്നായി സാർ. നോക്കിയ സമയത്ത് എഞ്ചിൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ പഴയ 13 ലക്ഷത്തിന്റെ വണ്ടിയില്ലേ, അപ്പൊ അതിലൊരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ. അത് ഞങ്ങള് കമ്പനിയിലും സംസാരിച്ചപ്പോ അതിന് 50,000 രൂപ തരാൻ പറ്റത്തുള്ളൂ സാർ. നീ എന്തിനാടാ ചിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ. അല്ലല്ല, ഇങ്ങനെ കസ്റ്റമറിനോട് ചിരിച്ചേ പെരുമാറാവൂ. 50,000 രൂപയുടെ വണ്ടിയോ? അതെ, 50,000 രൂപ വണ്ടിയാണ് സാറിന് ഈ കിടക്കുന്നത്. അപ്പോ എയർ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്. വണ്ടി ഓടിക്കാൻ തീരുമാനമില്ലേ സാർ? അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത്. കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് കടബാധ്യത തീർന്നു സാർ? ഇപ്പൊ 2 രാജ്യത്ത് കടവായി. നമ്മള് കട തീർക്കാനായിട്ട് പോയാലും നമ്മുടെ കടബാധ്യതകളൊന്നും തീരൂല്ല. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഭാഗ്യമുണ്ട്. ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിയിട്ടേക്ക്. അങ്ങനത്തെ കാർ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ക്രിക്കറ്റ് കുത്തും. അവൾ പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ്. പിന്നെ സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പെൻഡ്രൈവ് ആണ്. പെൻഡ്രൈവോ? പിന്നെ കമ്പ്യൂട്ടർ അല്ല ഞാൻ ചോദിച്ചത്, കാറാണ് എനിക്ക് വേണ്ടത്. അയ്യോ അല്ല, ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ്, പെൻഡ്രൈവ് ആണ്. പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകതയാണ് സാർ. എന്താണ്? ഈ വണ്ടി വീട് കോടതി വീട് കോടതി വീട് കോടതി അങ്ങനെ ഓടിയ വണ്ടിയാണ്. അങ്ങനെ കേസും കൊല്ലാപ്പുള്ള വണ്ടിയൊന്നും എനിക്ക് വേണ്ട. കേസും കൊല്ലപ്പല്ല സാർ, ഇതൊരു വക്കീലിന്റെ ഇരുന്ന വണ്ടിയാണ് സാർ. ഒരു ലേഡി വക്കീല്. വീട് കോടതി വീട് കോടതി, ശരിക്ക് കേസുള്ള വക്കീല. ആണല്ലേ? അതെ. എത്ര വർഷം പഴക്കമുണ്ട്? 10 വർഷത്തെ പഴക്കമുണ്ട് സാർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 250. അപ്പൊ നല്ല കേസുള്ള വക്കീലേ. സാറേ, നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് വേണം, അതുള്ള വണ്ടി എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. 80-ന് മേലെ കയറരുത് സാർ. അതെന്നാ? ഫോൺ വർക്ക് ആവത്തില്ല. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി വേണം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെ. പിന്നെന്താണ്? പിന്നെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് സാർ. അതെന്താ? ലൈറ്റ് കത്തത്തില്ല. ഓട്ടോമാറ്റിക്. പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, എന്താണ്? വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അത് അവിടെ നിൽക്കും.
ഓട്ടോമാറ്റിക്. സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ സാറ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന്. എന്താണാവോ? ഒരു ഹെൽമെറ്റ്. ഈ കാർ എടുക്കുന്ന എനിക്ക് എന്തിനാ ഹെൽമെറ്റ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്ന് വഴി നിൽക്കുമെന്ന്. അങ്ങാനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയാൽ 100 രൂപ പെട്രോൾ വെച്ച് ഒഴിച്ചുകൂടെ? ബൈക്കിന് ലിഫ്റ്റ് അടിക്കാനായിട്ട്. സംഭവങ്ങളും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല സാർ. കാരണം വെച്ചാൽ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആയാലും ഞാൻ 2-3 പ്രാവശ്യം സിഗരറ്റ് വലിക്കും. സാറേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എന്താ? വാഹനത്തിനകത്തിരുന്ന് പുക വലിക്കരുത്. ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈഗോ അടിക്കും. ആർക്ക്? എഞ്ചിന്. എഞ്ചിന് ഓൾറെഡി അത് പുക വിടുന്നുണ്ടല്ലോ. കാറിന്റെ അകത്തിരുന്ന് പുക വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് സാർ. ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പെട്ടു. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ്. മാമൻ വന്ന് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും. എന്റെ മാമൻ എന്ന് പറഞ്ഞാൽ പഴയ സ്ക്രൂ ഡ്രൈവറാ. അപ്പൊ മാമി എന്ന് പറഞ്ഞാൽ പഴയ സ്പാനറാണോ? സ്ക്രൂ ഡ്രൈവർ അല്ലെന്ന്, പിന്നെ പഴയ സ്കൂൾ ഡ്രൈവർ. അംബാസിഡർ കാറിൽ ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ. ആ ആള് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. മാമൻ വരാതെ ഇനി ഒരു കാര്യം വേണ്ട. മാമൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. സാർ, മാമൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് വേണ്ടത്. മാമൻ വരുന്നത്. മാമനെത്തി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഭ്രാന്തായി. അയ്യോ, ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് എന്റെ അടുത്ത് ഭ്രാന്താണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ഇത് ആരാ? വണ്ടി ഭ്രാന്തന്ന്. വണ്ടി ഭ്രാന്തനാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്കൂൾ ഡ്രൈവർ മാമൻ. സാറിന്റെ മാമനാണോ? ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് എടാ, ഈ കമ്പിളി പതപ്പ് മേടിക്കാനാണ് നീ എന്നെ കൊണ്ടുവന്നത്. കമ്പിളിപ്പതപ്പല്ല മാമ, ഈ കമ്പിളിപ്പതപ്പിന്റെ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത്. അതിന്റെ അടിയിരിക്കണം. ഇപ്പൊ പൊക്കി നോക്കരുത്. ഇതിന് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ഇത് പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ. നീ വന്നോ. എന്താ മാമ? ഇത് അഴുക്ക വണ്ടിയുടെ കൊള്ളൂല. അത് അന്ന് മാമ അങ്ങനെ ഇടുക്ക് വണ്ടി എന്റെ ഉണ്ടെന്ന്. അതെന്നെ വർത്താനോ മാമ പറയണത്? 2005 മോഡല് മാരുതി 800 കിടുക്ക് വണ്ടി ഞാൻ സെറ്റാക്കി തരാം. സമാധാനപ്പെട്ട് നില്ല അവിടെ. OLX ഇട്ടിട്ട് പോയില്ലല്ലേ? മാമന്റെ വണ്ടി എന്റെ ആ പേടക എന്റെ തലയെ കെട്ടിവെക്കാനുള്ള പരിപാടി നോക്കുവാണ്. എന്റെ മാമ ഇതെന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. മനസ്സിലായ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികൾ വിൽക്കുകയും ചെയ്യാം, പഴയ വണ്ടികൾ വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പുള്ളിയുടെ അടുത്ത് പറയാനുണ്ട്. എന്തുവാ മക്കളെടാ? എന്താ സാർ? വണ്ടി ഒരു പഴയ വണ്ടി ഉണ്ട്. ആ 800ന്റെ കാര്യം പറയാൻ പോവാ. അതല്ലെന്ന്, വേറൊരു കിടുക്ക് വണ്ടി ഉണ്ട്. അത് നമുക്ക് അതിനൊന്ന് മറിക്കണം. മറിക്കാനാണെങ്കിൽ മരുമോന്റെ കൊടുത്തത് സാർ. ഒരെണ്ണം മറിച്ചതിന്റെ ബാക്കി ഇവിടെ ഇറക്കാം. അതല്ലെന്ന്, ആ വണ്ടി കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യണം. സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനൊന്ന് മറിച്ച് വിറ്റ് തരണം. അത് എത്ര ഓടിക്കാണ് സാർ വണ്ടി? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്ര ഓടിയൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അതെങ്ങനെ അറിയാതെ നമ്മൾ എങ്ങനെ? അതിനൊരു കാര്യം ചെയ്യാം. ഡോക്ടറിന്റെ മറ്റേ ഇതില്ലേ, സിഗ്നൽ മറ്റേ ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാം. നല്ലൊരു ഐഡിയ ആണ് സാർ. വണ്ടി ഏതാണ് സാർ? പെട്ടിയാട്ടോ. പെട്ടിയാട്ടെ. മാമന് എന്നെ വർത്താനം പറയുന്നത്. ഏതെങ്കിലും ഡോക്ടർമാര് പെട്ടിയോട്ടയിൽ കയറി പോകുന്ന മാമൻ കണ്ടിട്ടുണ്ടോ? പിന്നെ മൃഗാശുപത്രി ഡോക്ടർ പിന്നെ പശുവിനെ ആട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരണം? ആശുപത്രിയില്ലേ? പിന്നെ അല്ലാതെ എന്റെ മാമ അതിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ വണ്ടിയുടെ കാര്യം സംസാരിക്കും, അല്ലാതെ അതല്ലേ കയറി സംസാരിക്കേണ്ടത്. സാർ ഇത് കുടിക്കൂ സാർ. ഞങ്ങളുടെ ഒരു കോംപ്ലിമെന്ററി ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മക്കളെ, ഈ വെള്ളം വാങ്ങിച്ച് കുടിക്കരുത്. ഈ ആട്ടിനെയും പശുവിനെയും ഒക്കെ അറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കൂലേ? ആ പരിപാടിയാണ്. ശോഷാണത്. ശോഷം എന്നാണ് പറയേണ്ടത്. അത് കുടിക്കാന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതമാരെ ചതിക്കും നമ്മളെ. മാമന് വേണ്ടേ? ഞാൻ ഈ വക വെള്ളം ഒന്നും കുടിക്കുക. ഇത്തിരി കൂടെ ചെറിയ ക്ലാസ് എടുക്കാൻ മേലായിരുന്നില്ല. വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ സാർ? ഓക്കെ, താങ്ക് യു സാർ. തീർത്താ? സത്യം പറ മാമ, എങ്ങനെയുണ്ട്? നീ വെള്ളം കുടിച്ചത് നിനക്കല്ലേ അഭിപ്രായം? എന്റെ അടുത്ത് അതല്ല മാമൻ, ഞാൻ മാമന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലായിരുന്നു? നാരങ്ങയുടെ കേസ് ഞാൻ പറഞ്ഞിരുന്നില്ല, വണ്ടി റെഡി വെക്കാനായിട്ട്. നാരങ്ങ ഉണ്ട്. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാം. എന്താണ്? അതുകൊള്ള ഈ പഴയ വെള്ള അംബാസിഡർ ഇവിടെ ഉണ്ടായിട്ടാണ് എന്റെ അടുക്കൽ പിന്നെ വേറെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. വെള്ള അംബാസിഡർ അല്ല സാർ, സാറിന്റെ മാമനാണ്. കണ്ണാടി എടുത്ത് പോയി. മാമാ, മറ്റേ നാരങ്ങ എടുത്തരാം. നാരങ്ങ എടുക്ക്. നോ പ്രോബ്ലം. ടയറിനടി വെക്കാൻ നീ നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ നാരങ്ങ എടുക്ക്. നാരങ്ങയല്ലേ? നമ്മള് വണ്ടി എടുക്കാൻ വന്നതാണ്, അല്ലാതെ വണ്ടി മറിക്കാൻ വന്നതല്ല. എടാ, ഇതെടുത്ത് വെച്ചാൽ വണ്ടി അടയായിട്ട് എടുത്തൂടെ? മാമൻ ഞാൻ ചെറുനാരങ്ങയുടെ കാര്യമാണ് പറഞ്ഞത്. നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. നാരങ്ങ ഞാൻ മേടിച്ചു. മാമൻ ആളെ വേണമെന്നുണ്ടെങ്കിൽ മാമൻ വീട്ടിൽ പോയി ഉണ്ടാക്കി വെച്ചാൽ മതി. എന്തൊരു കഷ്ടമാണെന്ന് പറ. അതെ, എന്താണ് ഇനി ഡോക്യുമെന്റ്സ് ഒന്ന് സൈൻ ചെയ്യണം. ഡോക്യുമെന്റ്സ് ഞാൻ ചെയ്തുതരാം. താങ്ക് യു. ഞാൻ ഇരുന്നോട്ടെ. ഇരുന്ന് ചെയ്തു സാർ. എടുത്ത് ചോദിക്കും. ഇവിടെ ചെയ്യണം അല്ലേ? അവിടെ ചെയ്യണം സാർ. അവിടെ ഒരു ഉപ്പ്. അവിടെ ഒരു ഉപ്പ്. പഴുതാര വരച്ച് കളിക്കുക സാർ. പഴുതാരല്ലേ ഇതെന്റെ ഒപ്പാണ്. ഓക്കെ സാർ. ഇത് തീരുന്നില്ലല്ലോ. ഒരുപാടുണ്ട് സാർ. ഇനിയുണ്ടോ? എല്ലാം എഴുതി വാങ്ങിക്കാനുള്ളതല്ലേ സാർ? എഴുതി സാർ. ഓക്കെ, താണ്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയി. പിന്നെ വേറൊരു കാര്യം, അടുത്ത മാസം മുതൽ വേണം EMI അടച്ച് തുടങ്ങാൻ.
അവൻ വണ്ടി എടുക്കണം അവന്റെ അമ്മായിയമ്മ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഏർപ്പെടാതെ അവന്റെ അമ്മായിയമ്മയുടെ എടുക്കണമെന്ന് പറഞ്ഞു. EMI അമ്മ EMI EMI ഉത്ഭവം എന്താന്ന് നിനക്ക് അറിയാമോ? എന്തുവാ? ഇനി മനസമാധാനം ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്കിനി കേക്ക് മുറിയിലേക്ക് പോയാലോ? കേക്കിലേക്ക് കിടക്കാം. കേക്ക് മുറിക്കാം സാർ. കേക്ക് മുറിക്കുന്നു. മാമ ക്യാബേജ് കറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ക്യാബേജ് അല്ല കേട്ടോ, അതിന്റെ ഡിസൈൻ അത്. ഇതെങ്ങനെ മുറിക്കുന്നത്? ഇത് മുറിക്കണമെങ്കിൽ കത്തി വേണം. കത്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഏതാ? എവിടെ ഇരിക്കണം? കുഴപ്പമില്ലേ ഇങ്ങനെ തിന്നെ പുറത്ത് കുറച്ച് തിന്നളിയാ. ഒരു വണ്ടി എടുക്കാൻ നേരത്തെ എന്തെങ്കിലും ഇത് എന്തൊരു കഷ്ടമായത്. കൊള്ളാം സാർ. ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നിട്ട് അത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കട്ടെ. ഇത് എന്തൊരു കഷ്ടമാണ്. നല്ലതാണ്. ഒരു കാര്യമില്ല, നമുക്കിനി വണ്ടി കൈമാറ്റുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ സാർ, കേക്ക് മുറിച്ച സ്ഥിതിക്ക് നമുക്കിനി ഇപ്പൊ താക്കോല് കൈമാറാം സാർ. താക്കോല് കൈമാറാം. മാമ അങ്ങോട്ട് വണ്ടി ഇടാം. താക്കോല് കൈമാറാനായിട്ട് പോവാ മാമ. അതെന്തൊരു ഏർപ്പാടാ അത്? ഈ വലിയ താക്കോൽ എങ്ങനെയാണ് ഈ വണ്ടിക്കകത്ത് കയറ്റണത്? ഇവന് 4 പിള്ളേരാണ്. ഈ പിള്ളേരെ മുച്ചോണ്ട് തന്നെ ഈ ഡോർ മൊത്തം ഇടിച്ച് പൊളിക്കേണ്ടത് മൊത്തം വാടാ പോടാ, ഇത് പറ്റിപ്പോടാ, വാടാ പോടാ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാ. ഇത് കഴിഞ്ഞിട്ട് ചെറിയ താക്കോല് കൊടുക്കും. അതെ, ബഹളം ഉണ്ടാക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന്. സംഭവം മരുമോന് ക്ലച്ച് പിടിക്കണ്ട. അല്ല, ഏർപ്പാട് എങ്ങനെ ഇരിക്കണം? നീ ഗൾഫിൽ പോയി കിടന്ന് പൈസ വെപ്പിച്ചോണ്ട് ഒരു കാർ എടുക്കാൻ വന്നപ്പോ പറയാ നീ ക്ലച്ച് പിടിക്കരുതെന്ന്. നീ വർത്തനോടാ നീ പറഞ്ഞ വണ്ടി എടുത്താ നീ ക്ലച്ച് പിടിക്കലെന്ന് പറയാ. നീ ആടാ നീ? ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല സാർ, ഇവിടെ ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ലടാ, നമ്മൾ ചതിക്കപ്പെട്ടു. പോവാ നമുക്ക്. ഇവിടെ ക്ലച്ച് ഒന്നും ഇല്ലെന്നാ എന്റെ വണ്ടിക്കകത്ത്. എന്റെ മാമ ക്ലച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ക്ലച്ച് വേണ്ട, ഗിയറില്ലേ? പഴയ കാലഘട്ടമല്ലടാ, എനിക്ക് അറിയത്തില്ല. അതാണ് മാമ. അപ്പൊ എന്താണ്, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാമല്ലോ. കാര്യങ്ങളിലേക്ക് കിടക്കാം സാർ. വണ്ടി ഇറക്കാമല്ലോ. വണ്ടി ഇറക്കാം മാമ. അപ്പൊ നമുക്ക് വണ്ടി ഇറക്കാം മാമ. ഇറക്കാം. തേങ്ങ ഇല്ലേ മാമ? തേങ്ങ ഇരിപ്പുണ്ട്. എടുക്ക്. തേങ്ങയുണ്ട്. 6 മാസം മുമ്പ് വാങ്ങിച്ച തേങ്ങയാണ്. 6 മാസത്തിന് മുമ്പ് മാമൻ തേങ്ങയാണ് മേടിച്ചു വെച്ചത്. ഇവിടെ തേങ്ങയുടെ വില എപ്പോഴാണ് മാറണമെന്ന് പറയാൻ പറ്റൂല. അമ്മൻ തിരക്കാൻ കിടന്ന് ഓടുകയാണ്. ആകപ്പാട് ഒരു തേങ്ങയേ ഉള്ളൂ. ആണല്ലേ? എപ്പോഴും ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അല്ല മാമ, ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് മാമൻ എന്തെങ്കിലും ഒരു ഉപദേശം. എനിക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മാമ. ഒരു കാര്യമുണ്ട് കേട്ടോ. നീ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തണം. അതിനാ മാമ? എടാ, നീ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഭയങ്കര പ്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവൂടാ. വണ്ടി എവിടെയെങ്കിലും ഉരയ്ക്കണം എന്നുള്ള പ്രാക്കുകളും കാര്യങ്ങളും നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രാകാൻ ആരാ മാമ ഉള്ളത്? ഞാൻ തന്നെ. പിന്നെ ഞാൻ സൈക്കിളിൽ പോകുമ്പോ നീ കാർ ഓടിച്ചോണ്ട് പിന്നെ എനിക്ക് നല്ലൊരു ഇരിക്കാൻ പറ്റും. എന്റെ പൊന്നു മാമ, നമുക്ക് തേങ്ങ ഉടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. എന്നേ ഉള്ളു. തേങ്ങ ഉടക്കാനായിട്ട് ഇവിടെ ഈ ഭാഗത്തൊരു തേങ്ങ ഇവിടെ അറിയാൻ പറ്റൂല. അയ്യോ, ഇത് ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. എന്റെ പൊന്ന് ദൈവത്തെ ഓർത്ത് സാർ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉടക്കൂ സാർ. മക്കളെ പോയി മാമ തേങ്ങ ഉടക്കിട്ടു. ഞാൻ അവളെ വിളിച്ച് പറയട്ടെ വണ്ടി എടുത്ത കാര്യം. എന്റെ കവർ എടുക്കുകയാണ്. സിസിലി വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഞാൻ കൊണ്ടുവരാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തന്നെ. 1 ലക്ഷം രൂപയാവും സാർ. വണ്ടി എടുത്ത് പുറത്തിടുന്നതിന് എന്തിനാണ് 1 ലക്ഷം രൂപ? അല്ല, ഞാൻ എന്ന് വണ്ടി എടുത്താലും ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മറിച്ചാ പോകുന്നത്. അപ്പോ 50,000 രൂപ നമ്മൾ മറ്റേ വണ്ടിയിൽ ബാക്കി നിൽപ്പുണ്ട്. അതെ, അതുപോലെ ഒരു 1 ലക്ഷം രൂപ അടക്കേണ്ടി വരും. അതെന്നാ വർത്താനോടെ പറയുന്നത്? 50,000 രൂപ അടച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്? അതെ, ഇനി ഈ 1 ലക്ഷം രൂപ എവിടെ വന്നു? അല്ല, 1 ലക്ഷം രൂപ അടക്കണം സാർ. അതെന്തിനാന്ന്? കാര്യം മാമൻ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി പോയില്ലേ സാർ. മാമൻ തേങ്ങ ഉടച്ചിട്ടത് ബെൻസിന്റെ ഗ്ലാസ്സില. ഞാൻ ഇവിടെ CCTV കണ്ടോണ്ടിരിക്കുകയാണ് സാർ. മാമനാ? മാമൻ തേങ്ങ ഉടച്ച്. എടാ, എടാ, നിങ്ങളുടെ വണ്ടിയുടെ ചില്ലല്ലേ പൊട്ടിയത്? എന്നിട്ട് നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പോളിസിയാണ് സാർ. കസ്റ്റമറിന്റെ ചിരിച്ചോണ്ടേ സംസാരിക്കാവൂ. അവന്റെ ഒരു കൊലച്ചിരി. നല്ലൊരു കൈയടി. നല്ല സ്കിറ്റായിരുന്നു പ്രചോദേട്ടാ. നന്നായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് കണ്ടന്റാണ്. അതിനൊരു ഉഗ്രം കൈഡി. നല്ല തോട്ട് പരിപാടികൾ ഇപ്പം എല്ലായിടത്തും തന്നെ നടക്കുന്ന പരിപാടികളാണ്. പക്ഷേ അതിനകത്ത് നല്ല കൗണ്ടർ പ്ലേസ്മെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒന്നും നമ്മൾ കേട്ടതെല്ലാം പുതിയ കൗണ്ടറുകളായിരുന്നു, ഒന്നും പഴയ കൗണ്ടറുകളായിരുന്നു. നിങ്ങളുടെ പ്ലേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഉള്ള സാധനം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കൗണ്ടറുകളും നല്ല രസമായിട്ട് വന്നു. എനിക്ക് കണ്ടന്റാണ് ഇഷ്ടപ്പെട്ടത്. ഇതാരാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു സാധനം പുതിയത് ചെയ്യണം എന്നുള്ളതാണ് കൊണ്ടുവന്നത്. ഞങ്ങള് താമസിക്കുന്ന നമ്മളെ അത് ഞങ്ങളുടെ 8ാമത്തെ നിലയില. ഒരു ദിവസം ഇങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും തൊട്ട് താഴത്തൊരു ഷോറൂം ഉണ്ട്. ഞങ്ങളിങ്ങനെ ചുമ്മാ നോക്കി നിന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കാർ ഡെലിവറി ചെയ്യുന്നതിന്റെ അപ്പൊ ഞങ്ങൾ വേറെ സ്കിറ്റ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് നമുക്ക് അടുത്തൊരു കാറിന്റെ ഷോറൂം പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച കണ്ടന്റ്. ഓക്കെ. അല്ല, എന്തായാലും അതിനൊരു പുതുമയുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പ്ലേ ആണെങ്കിലും 3 പേരും നല്ല രസമായിട്ട് നിറഞ്ഞാടി എന്ന് തന്നെ പറയാം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക, നല്ല രസമുള്ള നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം ഞാനൊരു വണ്ടി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഈ അനുഭവമുള്ളതാണ്. ഒരു വലിയ താക്കോലും കൊണ്ട് കൈ തന്നിച്ചും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ ഫേസ്ബുക്കിലിട്ട്. എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമുകൾ, നിങ്ങളെപ്പോലെ പല ടീമുകളും ഉണ്ടാക്കിയെടുക്കുന്ന കോണ്ടൻറ്റുകൾ ഭയങ്കര രസമാണ് കേട്ടോ. താങ്ക് യു. അല്ല, അതിൽ ഒരുപാട് സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. നല്ലത് കണ്ടാൽ നല്ലതും, മോശമാണെങ്കിൽ മോശമായിട്ട് തന്നെ പറയുകയും ചെയ്യും.
നിങ്ങൾ ഈ തപ്പിയെടുക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലേക്ക് ഇടിച്ച് കയറ്റുക, അങ്ങനെ കയറണം. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ കൗണ്ടറുകളൊന്നും നമ്മൾ മുമ്പേ കേട്ടതൊന്നുമല്ല, എല്ലാം പുതുമയുള്ളതാണ്. ഇതിൽ നിങ്ങൾ കാണിച്ച ആ ആത്മാർത്ഥതയ്ക്ക് ബിഗ് സല്യൂട്ട്. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നട്ടാ ഈ പറഞ്ഞോട്ട് നല്ല കണ്ടന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലാവും. അത് തന്നെയല്ല, ശ്രീജുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ശ്രീജു ഒരു ചാട്ടമില്ല, ഒരു ഇങ്ങനെയാണ് എല്ലാവരും ആ ഡീലിങ് കറക്റ്റ് ആണ്, പ്രോപ്പർലി ഗ്രൂംഡ് കറക്റ്റ് ആണ്. ഒരു മുടി നാരഴക്ക് വ്യത്യാസമില്ല. ആ മീശയും നിങ്ങളുടെ ഹെയർ സ്റ്റൈലും യൂണിഫോമും എല്ലാം നിങ്ങളുടെ കൈകെട്ടുള്ള നിപ്പും ഇതൊക്കെ പറ്റിക്കലാണ്. കാരണം മാമൻ പറഞ്ഞ പോലെ ഇത് കഴുത്തിറക്കണേക്കുമ്പോഴുള്ള വെള്ളം തരലാണ്. ദീപുവിന്റെ EMI ഫുൾ ഫോം അടിപൊളിയായിരുന്നു. EMI നല്ല രസമുണ്ടായിരുന്നു. ഇനി മനസ്സമാധാനം. മനു വന്നിട്ടും നിങ്ങൾ രണ്ടുപേരുള്ള കൗണ്ടറുകളും നല്ലായിരുന്നു. ദീപുവിന്റെ വരവ് കണ്ടപ്പോ ഇതും കൂടി ആകുമ്പോ ഈ സാധനം ഒരു ലെവലിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ദീപുവിന് അങ്ങോട്ട് അറിഞ്ഞ് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം വേറൊന്നല്ല. എന്താ പറഞ്ഞു ദീപു? അല്ല പറ ദീപു. എന്നൊക്കെ റെഡിയാക്കി വന്നതാണ്. അപ്പം അതിന് കുറച്ച് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ലായിരുന്നു. ഞാനൊരു പടത്തിന്റെ ഷൂട്ടിന് പോയിട്ട് ഓ അത് ശരി. രാവിലെ വെളുപ്പിനാ എത്തിയേ. മനുവിന്റെ അമ്മയുടെ അമ്മയും മരിച്ചു പോയിട്ട് നമ്മള് ഇന്ന് രാവിലെ എല്ലാരും ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഫുൾ ഇതായിപ്പോയി. അത് കാരണം നമുക്ക് അതിന്റെ ഒരു നല്ലൊരു സാധനം വരുന്നത് കളിക്കാൻ പറ്റില്ലല്ലോ ഒരു. പക്ഷെ അത് മോശമായില്ല കേട്ടോ. അത് കളിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് കളിച്ചോളൂ. ചില ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷമാണ് അവരെ കാണുമ്പോൾ. അതാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനം. കളിക്കാൻ പറ്റിയില്ല, കൈകളിൽ കിടക്കുന്ന സാധനം വരുന്നു. അവർക്ക് ആദ്യം മുതൽ അവസാനം വരെ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. 3 പേരും നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇറക്കുന്നതിന് പൈസ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല. ഇറക്കി തന്നെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ് പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും ഇറക്കണമെങ്കിൽ 1 ലക്ഷം രൂപ. പിന്നീടാണ് മനസ്സിലായത് ഞാൻ എപ്പോ വണ്ടി ഇറക്കിയാലും ഈ ഷോറൂമിന്റെ ചില്ലുപടി അതും കൈ കെട്ടി ചിരിച്ചോണ്ടാ. അതെ. അപ്പൊ എല്ലാം നന്നായിരുന്നു. ഇതിലും ബെറ്റർ ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം വരണം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ നമുക്ക് സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ. ഓക്കെ, ഞാൻ ഒരു 13 മാർക്ക് കൊടുക്കും. 13,000 രൂപ. ബിജുകുട്ടി ചേട്ടാ? ഞാനൊരു 12,000 രൂപ. 25,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക് ആവശ്യത്തിന് ഞാൻ കുറയ്ക്കാൻ പാടില്ലല്ലോ. മാമന്റെ വക 1 ലക്ഷം. മാമന്റെ വക 1 ലക്ഷം പുതിയൊരു കാർ വാങ്ങിക്കാനാണ് ടോട്ടൽ കിടക്കുന്നതാ. 50,000 രൂപ. അടിപൊളി. അപ്പോ ഉഷാർ ഐറ്റങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ മാമ, ശരി. വണ്ടിയും തള്ളടി. മനുഷ്യ, എന്റെ അച്ഛനും അമ്മ ഇത് കേട്ടാ എന്തോ പറയുമെന്നറിയാമോ? കല്യാണത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ എണ്ണി തന്നു എന്റെ അച്ഛനും അമ്മ ശ്രീധരമായിട്ട്? ഒരു കാറ്, ഒരു വീട്, ഒരു സ്ഥലം, പിന്നെ വാഷിംഗ് മെഷീൻ. നിർത്തടി, നിന്റെ വാഗൊണ്ടുള്ള തള്ളലിൽ നിർത്തിയിട്ട് നീ വണ്ടിയിലും തള്ളാനാ പറഞ്ഞ കൈകൊണ്ട്. എങ്ങോട്ടൊക്കെയാ ഈ പോകുന്നേ? നീ വണ്ടിയും തള്ളു എവിടെങ്കിലും കൊണ്ട് നന്നാക്കാന്നത്. നന്നാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിനൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ? മനുഷ്യ, എത്ര നേരത്തിന് അവിടുത്തെ കല്യാണം എന്നറിയാമോ നിങ്ങൾക്ക്? കല്യാണം 11:30-ക്കല്ലേ? 11:30 പറഞ്ഞിപ്പോ സമയം എത്രയായി? 10:45 ഉള്ളൂ. 10:45 ഭഗവാനേ, എന്റെ ഈശ്വര. ഈ വണ്ടി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ആരും ഇല്ലല്ലോ ഭഗവാൻ. ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ പ്രാകരുതെന്ന്. എനിക്ക് അച്ഛനോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ ഇത് പൊന്നുപോലെ നോക്കുന്നത്, എന്റെ അച്ഛനെ പോലെ നോക്കുന്നത്, അറിയാവോ? അതുകൊണ്ടാണ് പറഞ്ഞത് നീ പ്രാകരുതെന്ന് പറഞ്ഞത്. ഇത് നിങ്ങളുടെ അച്ഛനാണോ? ഒന്ന് മാറി. അച്ഛാ, അച്ഛാ, അതെ അതെ, എന്റെ സുഹൃത്തിന്റെ മോളുടെ കല്യാണമാണ്. ഒന്ന് ഓടി തരുമോ പ്ലീസ്? പ്ലീസ് ഒരു പൊടി പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞു അച്ഛനെ ബഹുമാനിക്കണമെന്ന്. അതെ, എനിക്ക് വയ്യ എന്റെ ഈശ്വര. ആ ശോഭയും അവരൊക്കെ പോണതിന് മുന്നേ ഈ സാരിയൊക്കെ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക്? അവർക്ക് സാരി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് എടുത്തിട്ട് കൊടുത്താൽ പോരെ സാരി? എന്റെ മനുഷ്യ, വാട്സാപ്പിൽ ഇട്ട് കൊടുത്താൽ അവരുടെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റുമോ? ഈ കോലത്തിൽ എക്സ്കർഷൻ ഞാൻ കൊണ്ടുപോയി നിന്നെ. പറഞ്ഞൂടെ? എക്സ്കർഷൻ അല്ല, എക്സ്പ്രഷൻ, മുഖത്തെ ഭാവം. തള്ളിക്കാൻ വേണ്ടി വർഷാപ്പിന്റെ വാതിക്കലെത്തി. വർഷാപ്പിന്റെ വാതിക്കലെത്തിയിട്ട് എന്ത് കാര്യം? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ? എന്ത് മണ്ണാങ്കട്ടാന്ന് വെച്ച് ചെയ്യും. ഒരു മിനിറ്റ്, അവിടെ ആളുണ്ട്. ആശാനെ, 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 ഒന്ന് എഴുന്നിട്ട്. ആശാൻ, ആശാൻ, ആശാനെ, ആശാനല്ലേ? ആശാനല്ലേ?
അല്ല ആശാനല്ലേ ഇത് അല്ലേ? ഒരു ഉപകാരം ചെയ്യണം എനിക്ക്. ഞാൻ ഇന്നൊരു ആരും ഉപദ്രവിച്ചിട്ടില്ല പ്ലീസ്. അതല്ലെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന്. എന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് റെഡിയാക്കി തരണം. കല്യാണത്തിന് പോകേണ്ടതാണ്. അയ്യോ അത് നടക്കൂല. കല്യാണം നടക്കൂലേ? കല്യാണം നടക്കും, പിന്നെ വണ്ടി നന്നാക്കൽ നടക്കൂല. അല്ല അതെന്താ? ഞാൻ ആരാന്നാ പറഞ്ഞു? ആശാൻ. അല്ല അതെ ആശാനാണ്, പക്ഷേ ഇവിടെ പണിക്കാരും ഇല്ല. അല്ല പണിക്കാരാള് വേണ്ടല്ലോ, ആശാനുണ്ടല്ലോ, ആശാൻ മതിയല്ലോ. അല്ല ആശാനുണ്ട്, എന്നാലും ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ശിഷ്യന്മാര് വന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു തന്നാലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ശിഷ്യനായ പോരെ? ഞാൻ 2 വർഷം മുമ്പ് വർഷാപ്പ് നിന്നിട്ടുണ്ട്, ഞാൻ ശിഷ്യനാവാം. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കിത്താ. നിങ്ങൾക്ക് തന്നെ നന്നാക്കിയാ പോരാ 2 വർഷം വർഷാപ്പിൽ നിന്ന്? അങ്ങനല്ലേ, എനിക്ക് പണിയൊന്നും വരത്തില്ല, എന്നോട് തുടങ്ങി വെച്ചതുള്ള സഹായിയായിരുന്നു. എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? ഇത് വണ്ടി ഓടി വന്നപ്പോഴത്തേന് എഞ്ചിൻ ഓഫായി പോയി, ഫോണും വർക്ക് ചെയ്യുന്നില്ല. ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കൊടുത്താൽ പോരെ? ഫോണല്ലെന്ന്, വണ്ടിയുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെന്ന്. വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ഞാൻ നോക്കണം അല്ലേ? നോക്കണം. എന്റെ അച്ഛനടിക്കരുത്. അച്ഛനാ? എന്റെ അച്ഛനെ പോലെ ഞാൻ പൊന്നുപോലെ നോക്കുന്നതാണ് എന്റെ അച്ഛൻ. എന്നിട്ടാണ് ഈ വർഷാപ്പിൽ കൊണ്ടുവന്നത്? ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ലേ? അതല്ലെന്ന്, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ പോലെയാണ് ഈ വണ്ടിയെ നോക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞ് നോവിക്കരുത്. പിന്നെ കല്യാണത്തിന് പോകണ്ടാണ്, പെണ്ണുമ്പിള്ളയുണ്ട് കൂടാതെ. ഞാൻ നിങ്ങൾ മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല. അതെ, പിന്നെ എന്നാ പറ്റിയെന്നാ പറഞ്ഞു വണ്ടിക്ക്? അയ്യോ എന്നാ പറ്റാനാ ഉള്ള? ആ വണ്ടിക്ക് ഇനി പറ്റാനൊന്നുമില്ല, അത് ഓടത്തില്ല, അതാണ് അതിന്റെ പ്രശ്നം. അച്ഛനാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കുവല്ലേ ചുമ്മാ. എടാ രമേശ, ഇടി രാജി നീയാ? നീ എന്താ ഇവിടെ? ഞാന് ഇവിടെ അല്ലേ വർഷങ്ങളായിട്ട്. എന്റെ ഭഗവാനെ, എത്ര വർഷങ്ങളായി നിന്നെ കണ്ടിട്ട് ഭഗവാനേ. അതെന്നാ വർക്ക്ഷോപ്പിലാകുമ്പോ വർഷങ്ങളായിട്ട് കാണാൻ പറ്റൂല. അതാ. നിങ്ങൾ പരിചയമുണ്ടോ? പിന്നെ ഞങ്ങള് സ്കൂൾ ഗ്രൂപ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നു, ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എന്റെ ചേട്ടാ, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ പഴയ സുഹൃത്തുക്കളുടെ മറ്റേ കുഞ്ഞമ്മ കുരുമ്മ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഉമ്മ കൊടുത്ത് വെറുപ്പിക്കണ ഇവനാ. എന്നാ വിശേഷം എന്നാ? ഞാനൊരു കല്യാണത്തിന് പോവാ. അതാരാന്ന് നിനക്കറിയാമോ? ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് നമ്മുടെ സ്കൂളില് 10ാം ക്ലാസ്സിൽ 2ാമത് വന്ന ഒരു പെണ്ണില്ലേ, സിന്ധു, അവളുടെ മോളുടെ കല്യാണമാടാ. എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോണില്ല. അയ്യോ, അപ്പൊ ഇതിന്റെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. ഇഞ്ചിൻ ഓഫാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തന്നെ കല്യാണത്തിന് പോകണം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താടാ പ്ലീസ്, വേഗം ഒന്ന് ശരിയാക്കി താ. 8:10 സ്വാർ നിർത്തുണ്ടോന്ന്? 8:10. 8:10. എടാ പിന്നെ എന്താണ് വിശേഷങ്ങൾ പറ. ഒന്നുമില്ലടി, എന്നാ വിശേഷം? അങ്ങനെ പോകുന്നു. നിനക്ക് എത്ര കുട്ടികള്? എത്ര കുട്ടികള്? കല്യാണം കഴിച്ചാലേ കുട്ടികളുണ്ടാവുള്ളൂ, അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ടില്ലയോ? ഇല്ല, ഞാനിപ്പോ കുറെ ഇതായി. നിനക്കാരും ഇതാണോ 8:10? ഇതാണോ 8:10? 8:10 എടുക്കാൻ പറഞ്ഞാൽ നീ 2 വർഷം അവിടെ വർഷാപ്പിൽ പോയിട്ട്? അല്ല, അത് ഞാൻ സഹായി മാത്രം. സഹായി സുഹൃത്തെ, 8:10 എടുക്കാൻ പറഞ്ഞ 8:10 എടുക്കണം. അല്ല 4:08 എടുത്തിട്ട് വരാൻ പറഞ്ഞു. 8:10 എടുക്കാൻ പറഞ്ഞു. 8:10 ആ ചെറിയ സാധനം അതാ എടുക്കാൻ പറഞ്ഞത്. അത് പുള്ളിക്ക് മനസ്സിലായി. ഹെഡ്ലൈറ്റ് അടിച്ച് നോക്കിയെങ്കിലല്ലേ ഹോൺ വർക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ രാജി. പിന്നെ ടയർ ഊരി നോക്കണം. അങ്ങനെ 718 ആണോ? എന്റെ പൊന്നടാ, നിന്നോട് ഞാൻ എത്ര എടുക്കാൻ പറഞ്ഞ പറ. 8:10. എത്ര വർഷം വർഷാപ്പിൽ നിന്നു? 2 വർഷം ആണല്ലോ. അപ്പൊ ആ ഒരു ഗുരുത്വം കാണിക്കണം നമ്മള്, മനസ്സിലായി? 8:10 എടുത്തോണ്ടോ. ഒരു കാര്യം പറയുമ്പോ നമ്മള് വണ്ടിയുടെ അടിയിൽ കിടന്ന് പറഞ്ഞാൽ ഇത് പണിയാൻ പറ്റുള്ളൂ. വണ്ടിയുടെ ഇവിടെ കിടന്നേ രാജിയെ വന്നേ. ഗ്രൂപ്പില് നീ എപ്പോ എല്ലാ ദിവസവും ആക്റ്റീവ് ആയിട്ടുണ്ട്? പിന്നെ ഞാൻ എല്ലാരും വിളിക്കാറുണ്ട്, അത് ഏത് രാത്രിയാണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറൊന്നും. എടാ നിന്റെ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തിനാ? എന്നാ വിശേഷം? നമ്മളങ്ങനെ സ്കൂളിൽ നിന്ന് കൂടെ പോയേ? സ്കൂളിൽ നിന്ന് കൂടെ പോകാനായിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു, പണം തന്നു, അങ്ങനെ പോകുന്നു. വർക്ക്ഷോപ്പിന്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞേക്കണേ ഞാൻ എഞ്ചിനീയർ എന്നാ കേട്ടോ. അങ്ങനെ തന്നെ പറയാവുള്ളൂ, എഞ്ചിനീയർ എന്നാ ഞാൻ പറഞ്ഞേക്കണേ. ഞാൻ വർക്ക്ഷോപ്പിലാണ് ആരോട്. ഇതാണ് 8:10. അമ്മയാണ് എടുക്കാം. ഈശ്വരോ, എടാ നീ എന്നെ ഒന്ന് പിടിക്കോ, എന്നാലേ എണീക്കാൻ പറ്റുമോ? വാദത്തിന്റെ അസുഖം ഇതാണ് പറഞ്ഞ 8:10. എന്റെ മനുഷ്യ, എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് എടുത്തു കൊടു, എന്നാലേ പെട്ടെന്ന് പോകാൻ പറ്റത്തുള്ളൂ. എവിടെ പോണെന്നാ പറഞ്ഞു? കല്യാണത്തിന് പോകണം. ആര്? ഞാനും അവളും കൂടെ. രാജി, ഇത് നിന്റെ കെട്ടിയവനാണോ? ഈ സാധനത്തിനെ കൊണ്ടാണോ നീ കല്യാണത്തിന് പോണേ? എന്ത് കഷ്ടമാണെന്ന് പറ. അതെ, ഈ വേഷത്തിലാണ് എന്റെ കൂടെ കല്യാണത്തിന് വരാൻ. ഒരു രക്ഷയുമില്ല, ഈ വേഷത്തിൽ എന്റെ കൂടെ കല്യാണത്തിന് വന്ന നാട്ടുകാർ എന്നെ കളിയാക്കി. ഈ വേഷത്തിന്
എന്താ കുഴപ്പമെന്ന് ഞാൻ നോക്ക് 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 ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാതെ ആ കല്യാണത്തിന് നേരത്തെ എത്താണ്ട എന്നെ ഈ സ്കൂട്ടറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത്ര സമയം കളിച്ചു. ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം ഞാൻ നിൽക്കത്തില്ല. ഞാൻ ഓട്ടോ പിടിച്ചു പോക്കണം. എടാ ഞാൻ ഓട്ടോ പിടിച്ചു തന്നാളെ, നീ വരുവോ? ഞാൻ ഓട്ടോ പിടിച്ച് നീ പോക്കോ. ആ ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തോണേ. അപ്പൊ ഞാൻ കല്യാണത്തിന് വരണ്ടേ? നിങ്ങൾ കല്യാണത്തിന് വന്നാൽ എനിക്ക് നാണക്കേടാ അത്. ഇവിടുന്ന് അച്ഛനെ നോക്കി അച്ഛനെ നോക്കി. അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അച്ഛനില്ല ഞാൻ എങ്ങോട്ടും പോകത്തില്ല. എനിക്കൊരു കല്യാണത്തിന് പോകണം, ഞാൻ അത്യാവശ്യമായിട്ട് പോവാ. അങ്ങനെ പോരുത്. ഒന്ന് പോവിടുന്ന്. അതെ, എനിക്ക് വരാൻ പറ്റുള്ളൂ. പൊക്കോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണം പറഞ്ഞാൽ എനിക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഇത് നിങ്ങളുടെ അച്ഛൻ. ഈ ഇരിക്കണ എന്റെ ഒരു ചിറ്റപ്പനായിട്ട് വരും. ഇത് ചിറ്റപ്പനാ? ആ എന്റെ ചിറ്റപ്പനാ. നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ പോകണമെന്ന് ചിറ്റപ്പന എടുത്തോണ്ട് പൊക്കോ. അത് ശരി. ഞാനേ ഒരു ഓട്ടോ വിളിച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് വരാവേ. അല്ല അപ്പൊ എന്റെ കല്യാണത്തിന്റെ കാര്യം? നിന്റെ കല്യാണത്തിന്റെ കാര്യം ഒന്ന് പോടാ. അപ്പൊ എന്റെ അച്ഛൻ? നിന്റെ അച്ഛന്റെ ഉച്ചി. മിസ്സുണ്ട് സമയം കഴിഞ്ഞു. പെട്ടെന്നാണ്. നമ്മൾ ഒരുപാട് ചിരിച്ചു, നല്ല നല്ല സ്കിറ്റുകൾ കണ്ടു. ഓക്കെ, നമ്മൾ ഒരു ദിവസത്തിലെ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ചിരിച്ചു മാറ്റുന്നതിന്റെ ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ അറിയുന്നില്ല. എത്ര മനസ്സ് സന്തോഷിച്ചും ചിരിക്കുകയാണ്. ഞാൻ ഈ സമയം തീർന്നു പറയുമ്പോൾ ഇവരൊക്കെ ഞെട്ടി. ഇനിയും തിരിച്ച് കൊട്ടാരക്കര വെട്ടിക്കവലെ പോയിട്ട് എറണൂരിൽ നിന്ന് നാളെ തിരിച്ചു വരണമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? അല്ലേ, നല്ല സ്കിറ്റല്ലായിരുന്നു. എന്നാൽ നിങ്ങളെ ഒരു നല്ല ഗൈഡ് തന്നേ. അപ്പം നമുക്ക് ഇവരെ കുറെ കൂടെ ചിരിപ്പിക്കാൻ കുറെ അധികം സ്കിറ്റുകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അല്ലേ? അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.